നമസ്കാരം. അപ്പോൾ ഞാനെന്നുള്ളത് മൂന്നാറിനടുത്തുള്ള ഒരു റിസോർട്ടിലാണ്. അപ്പോൾ ആ റിസോർട്ടിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ അല്ല, നമ്മൾ താമസിച്ചിട്ട് ഇപ്പോൾ ഒരു 3 ദിവസം നമ്മളോട് താമസിച്ചു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് പ്രേക്ഷകരുടെ അടുത്ത്. അപ്പോൾ റിസോർട്ടിൻ്റെ പേര് ബ്രാക്ക്നെൽ ഫോറസ്റ്റ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അടിപൊളി ആംബിയൻസ് ആട്ടോ ഇവിടെ കയറി വരുമ്പോൾ. ഞങ്ങൾ രാത്രിയാണ് ആക്ച്വലി കയറി വന്നത്, അതുകൊണ്ട് വലിയ കാഴ്ചകൾ കാണാൻ പറ്റിയില്ല. പക്ഷേ കുത്തനുള്ള കയറ്റങ്ങളും നല്ലൊരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു 4 വീൽ ഡ്രൈവ് കയറി വരുന്ന ലൈനിലുള്ള ഒരു കയറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇത് ഫോറസ്റ്റ് എന്നല്ല ഇതിൻ്റെ ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഏലത്തിൻ്റെ തോട്ടാണ്, പ്ലാന്റേഷനാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഈ പ്ലാന്റേഷനകത്തുള്ള ഒരു റിസോർട്ടാണ് നമ്മുടെ ഈ ബ്രാക്ക്നെൽ ഫോറസ്റ്റ് റിസോർട്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ. ജസ്റ്റ് ഏലച്ചെടികളൊക്കെ നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ആക്ച്വലി ഇവിടെ. അപ്പോൾ നമ്മളിതിനകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു പൂളുണ്ട്. പൂളല്ല ആക്ച്വലി ഒരു കുളം. ഈ കുളത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റണമെന്നറിയില്ല, നിറയെ മീനുകളാണ്. വലിയ വലിയ മീനുകളുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിനകത്തുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഇവിടുത്തെ എന്താ പറയുക വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഇതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും നല്ല അടിപൊളിയായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടത്. പിന്നെ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഇവിടെയും പാർക്ക് ചെയ്യാം, ഇച്ചിരി ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാം. പിന്നെ നോക്കി നിങ്ങൾ ചുറ്റും നോക്കി, ഫുള്ളൊരു കാടിൻ്റെ പ്രതീതിയാണ്. കണ്ടോ, ഫുൾ കാട് പോലെ. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്, കണ്ടോ. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ റിസോർട്ട്. നമുക്ക് ഈ ഉള്ളിലേക്ക് പോകാം. ഈ റിസോർട്ടിൻ്റെ സൈഡിലായാലും നിറയെ ഏലത്തടികളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു അരുവി, മലയുടെ മുകളിൽ നിന്ന് വരുന്നതാണ്. ചെറിയൊരു അരുവി ഒക്കെ ഫോം ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതാ എടുക്കുന്ന നമ്മുടെ കാറ്. നമ്മുടെ കൂട്ടുകാരനുണ്ട് വിഷ്ണു, അവനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. നല്ല കിടുക്കൻ ഒരു വ്യൂ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ കല്ലൊക്കെ കണ്ടില്ലേ, നമ്മളൊരു പഴയ കാലത്തെ ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവൊക്കെ പണിയുന്ന രീതിയിലുള്ള ഒരു കല്ലുകൊണ്ടൊക്കെയാണിത് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇപ്പോഴത്തെ കൊറോണയുടെ സാഹചര്യം കാരണം നമുക്ക് സാനിറ്റൈസേഴ്സ്, അതേപോലെ എന്താ പറയുക നമ്മുടെ ലഗേജസൊക്കെ സാനിറ്റൈസ് ചെയ്യാനുള്ള ആ ഒരു ടൂളാണത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല കിടുക്കാച്ചി റിസപ്ഷൻ. ഇപ്പോൾ റിസപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം വന്ന്. അതുപോലെ തന്നെ നമുക്ക് സമയം പോകണില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ലോബി പോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അവർ. ഇനിയാണ് നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് നമ്മൾ കിടക്കുന്നത്. അതാ നാലുകെട്ട് വ്യൂ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്ക് എന്താ പറയുക ചെറിയൊരു പോർഷൻ നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് വീഴും. കുറച്ച് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കട്ടകൾ വെച്ചിട്ടാണ് ഇവിടുത്തെ റൂമുകളിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്, കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോർഷനകത്ത് 6 റൂമാണുള്ളത്. 1 2 3 4 മുകളിൽ 2 6 അങ്ങനെ ഈ ഒരു റൂം അവർ എന്താ പറയുക ക്യാരം ബോർഡും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാനാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂം ആക്ച്വലി മുകളിലാണ്. നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വുഡൻ ടൈപ്പ് സ്റ്റെയർ കേസുകൾ ഇവിടെ ഇത്തരത്തിലൊരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും നമ്മളങ്ങനെ വരുമ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നമുക്കിതിനകത്ത് ആണോ ഇത്രയും പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. മോസ്റ്റ്ലി ഇവിടെ ബുഫയാണ് നമുക്ക് 2 ദിവസം തന്നവർ.
ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, പുറത്തേക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ട് കണ്ടോ. പിന്നെ ആ കാണുന്ന റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിൻ്റെ ബാൽക്കണിയാണത്. ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഈ റിസോർട്ടിൽ ആ കാണുന്നതൊക്കെ ഇവിടുത്തെ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള റൂമുകൾ തന്നെയാണ്. പല പല റൂമുകളാണ്. ആക്ച്വലി ഈ ബിൽഡിങ് ഹണിമൂൺ കപ്പിൾസിനും അതുപോലെ തന്നെ കപ്പിൾസിനും മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതേ നമ്മുടെ റൂം 104, അത് വിഷ്ണുവിൻ്റെ റൂം 105. അപ്പോൾ നമ്മൾ റൂമിലേക്ക് കിടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവരോട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇച്ചിരി നേരത്തെയാണ് ഫുഡ് കഴിക്കുന്നത്. ദെൻ ഇവിടെ ചെറിയൊരു വാഷ് ബേസിനുള്ള സ്പേസ്, ദെൻ ഒരു മിറർ, ദെൻ ബാത്റൂം. അതിലേക്ക് നമുക്ക് വരാം. ദെൻ ഇതാണ് നമ്മുടെ ഒരു ബെഡ് സ്പേസ് എന്ന് പറയുന്നത്. കിങ് സൈസ് ബെഡൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ റൂഫ് കണ്ടോ, ഇങ്ങനത്തെ റൂഫ് ആയതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ളൊരു ഫാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടി വി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പം ഞങ്ങൾ അവിടെ കുത്തിയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് തുറന്നുള്ളിലേക്ക് പോകാം. അതിന് മുമ്പ് ഇത് ചെറിയൊരു മേക്കപ്പ് സ്റ്റാൻഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. ഇത്തരത്തിൽ ഇരിക്കാനുള്ളൊരു സീറ്റ് നമ്മൾ ലോക്ക് ചെയ്തേക്കാണ്. ഇതാ കണ്ടോ, ഇവിടെ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിടുക്കാച്ചി വ്യൂ ആണ്. ഒരു രക്ഷയില്ല, അത്രയും സൂപ്പർ വ്യൂ ആണ് നമുക്ക് ഇവിടെ ഇരുന്ന് കിട്ടുന്നത്. അത് അവിടെ ഞങ്ങളിന്ന് കാലത്ത് വന്ന സമയത്ത് കോടയൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയേക്കാം. അപ്പോൾ അത് ഒരു മലഞ്ചെരിവ്, അത് ആക്ച്വലി നല്ല അടിപൊളി വ്യൂ ആണ് അവിടുന്ന്. പിന്നെ ഈ താഴേക്ക് കാണുന്നതാണ് പ്ലാന്റേഷനാണ് ഏലത്തിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ എവിടേക്കോ ഞങ്ങൾ കാപ്പിയുടെ പ്ലാന്റേഷനും കണ്ടു. അപ്പോൾ ബാൽക്കണിയിൽ വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടുത്തെ ഈ ഒരു റൂമിൻ്റെ ഇതെന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇച്ചിരി പ്രൈവസി കുറവാണ്. ബിക്കോസ് റെസ്റ്റോറൻറ്റിലൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാം. അപ്പോൾ ചെറിയൊരു ഇച്ചിരി പ്രൈവസി കുറവാണ്. അപ്പുറത്തുള്ള റൂമുകളൊക്കെ അടിപൊളിയാണ്. ഏതൊരു വണ്ടി പോകുന്നുണ്ട്, ഭയങ്കര ആ കയറ്റം മരിക്കുന്ന ശബ്ദമാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത്രയും ഹെവി കയറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനുണ്ട് ചെയർസ്, ഒരു ചെറിയൊരു ടേബിൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ടീ, കോഫി, വട്ടവർ നമുക്ക് എൻജോയ് ചെയ്യാം. ഈ വ്യൂ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന് കുടിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള ഇത് കാണാനൊന്നും പറ്റില്ല, കണ്ടോ, അത്രയും ക്ലിയറാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ റൂഫ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ മരത്തിൻ്റെ ഒരു സംഗതി ഉപയോഗിച്ചിട്ടാണ്. വുഡൻ ഫ്രെയിമിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് വലിയൊരു തണുപ്പൊന്നും ഫീൽ ചെയ്യില്ല. പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പാണ്, നല്ല കോടയും നല്ല തണുപ്പാണ്. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഒരു 18 ഡിഗ്രിയോളം ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ അത് നമുക്ക് അകത്തേക്ക് ഫീൽ ചെയ്യില്ല. ഇത്തരത്തിലാണ് ഇവിടുത്തെ ബാത്റൂം. ഇതാണ് അതിൻ്റെ ക്ലോസറ്റും കാര്യങ്ങളും. നമുക്കിവിടെ ചെറിയൊരു ഹോൾഡർ വെച്ചിട്ടുണ്ട്, നമുക്ക് ഡ്രസ്സൊക്കെ ഞാൻ തരാൻ വേണ്ടിയിട്ട്. ദെൻ ഇത്തരത്തിലൊരു ഷവറിങ് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. ഇതിപ്പോൾ ഇച്ചിരി ഫോഗ് പിടിച്ചിട്ട് നമുക്കിത് മൂടി കിടക്കുകയാണ്. പക്ഷേ ഫോഗില്ലാത്തൊരു സമയത്ത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള വ്യൂസും കണ്ട് നമുക്ക് കുളിക്കാം. പിന്നെ ഇത് താഴെ കണ്ടോ, ഇങ്ങനത്തെ കുറച്ച് കിറ്റുകൾ വരുന്നുണ്ട്. ഒരു സോപ്പ്, ഒന്നല്ല 2 സോപ്പ് ഉണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തു. ദെൻ ഷേവിങ് കിറ്റ്, ഡെൻ്റൽ കിറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് തരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എടുത്ത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഷവറിങ് സിസ്റ്റം എന്താ, ഈവൻ ബാത്റൂമിൻ്റെ റൂഫ് പോലും കണ്ടോ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത്തരത്തിലൊരു സ്പ്ലിറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കർട്ടൻ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ബാത്റൂം വിശേഷം. നല്ല അത്യാവശ്യം നല്ല ക്ലീൻ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് താഴേക്കുള്ളൊരു ഹോൾ വ്യൂ കിട്ടും. നമുക്ക് നല്ല രസമാണ് മഴയൊക്കെ പെയ്യുമ്പോൾ വന്ന് നിൽക്കാൻ. അതുപോലെ തന്നെ നേരെ മുകളിൽ കിടന്ന്
കണ്ടോ, ഒരു മലയാണ്. അതിന് മുകളിൽ പലപ്പോഴും വിസിബിലിറ്റി കുറവാണ്. നമുക്ക് കോടടിച്ചാണ്. ഇന്നിപ്പോൾ എന്തോ വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതാണ്. ഇനി ഇതാ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു വ്യൂ കിട്ടുന്നത്. കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ചുറ്റുമുള്ള കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ചെറിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഇന്നലെ ഞങ്ങൾ കുറച്ച് യാത്രകളൊക്കെ ഇവിടെ പോയായിരുന്നു. അത്യാവശ്യം വൃത്തികേടായിട്ട് തന്നെ കിടക്കുന്നത്. ഇതാ ഇത്തരത്തിലാണ് ഇതിൻ്റെ പിൻഭാഗത്ത് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക്. ഇത് ആക്ച്വലി ആ റെസ്റ്റോറൻറ്റിലേക്കുള്ളൊരു ബാക്ക് സൈഡ് വഴിയാണ്. അവിടെ കുറച്ച് കോഴികൾ കിടന്ന് കൊത്തി കളിക്കുന്നുണ്ട്. കണ്ടോ, ഈ റൂം 201 202 അങ്ങോട്ടേക്ക് പോകാൻ ആ ഒരു വഴിയാണ് യൂസ് ചെയ്യണമെന്നതാണ്. അതായത് നല്ല വ്യൂ ആണ്. നമുക്ക് അത്യാവശ്യം ഇവിടെ നടന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ ഇതും ഈ റിസോർട്ടിൻ്റെ ഭാഗമാണ്. ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇത്തരത്തിലൊരു നമുക്കൊരു ചെറിയൊരു വ്യൂ കിട്ടുന്നുണ്ട്. അടുത്ത റൂമുകൾ അത് അങ്ങോട്ടേക്കാണ് അടുത്ത റൂമുകൾ വരുന്നത്. ആക്ച്വലി അതൊക്കെ ഫാമിലീസിനാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത്. പിന്നെ വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ജാക്ക് ഫ്രൂട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കൊത്തി പോവാണ്. മുകളിലേക്ക് വരുമ്പോൾ ഇതാ നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി. ഇതാണ് അവരുടെ വേറൊരു കാറ്റഗറി റൂം. അതാണോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വ്യൂ ഒക്കെ ഉണ്ട്. അത് വേറൊരു കാറ്റഗറി റൂമാണത്. ഇവിടെ ഇങ്ങനെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്കൊരു ഈവനിങ് വാക്കൊക്കെ ഇങ്ങനെ സ്റ്റെയറൊക്കെ കയറണമെന്നുള്ളൂ. നടക്കാൻ അടിപൊളിയാണ്. അപ്പം ഇവിടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം. അവർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓൺലൈനേക്കാളും നല്ല അടിപൊളി ഓഫറുകളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ തരുന്നുണ്ട്. അപ്പം നമുക്ക് ഞാൻ നമ്പറുകൾ കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ലോക്ക്ഡൗണൊക്കെ കാരണമായിരുന്നു നമുക്ക് വീഡിയോസ് കൂടുതൽ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പം ഇനി വീഡിയോസ് കൂടുതലുണ്ടായിരിക്കും. ദാറ്റ് പ്രോമിസ് ഐ വിൽ കീപ്. ഓക്കെ, ബൈ.